Hi, this is from Jovys Perfect Academy. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IELTSലെ റൈറ്റിംഗ് മൊഡ്യൂൾ as you know നമുക്ക് 1 hour ആണ് വരുന്നത്. ആ റൈറ്റിംഗ് മൊഡ്യൂൾ we have 2 different tasks. Okay, so അതിലെ തന്നെ റൈറ്റിംഗ് ടാസ്ക് 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. റൈറ്റിംഗ് ടാസ്ക് 2 എന്ന് പറയുന്നത് 40 minutes ആണ് വരുന്നത്. Okay, so let's move on to the next slide. റൈറ്റിംഗ് ടാസ്ക് 2. റൈറ്റിംഗ് ടാസ്ക് 2ലെ ഓവർവ്യൂ നമുക്ക് നോക്കാം. നമുക്ക് വരുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 minutes ആണ് വരുന്നത്. ദർ ഇസ് എ വേർഡ് കൗണ്ട്, മിനിമം 250 വേർഡ്സും മാക്സിമം 280 വേർഡ്സ്, വിച്ച് മീൻസ് നമ്മുടെ റൈറ്റിംഗ് ബിലോ 250 വേർഡ്സ് പോകാനും പാടില്ല, അത് 280 ക്രോസ് ചെയ്യാനും പാടില്ല. ഓക്കെ, സോ യുവർ റൈറ്റിംഗ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 250 to 280 വേർഡ്സ്. എസ്സേ റൈറ്റിംഗ് ആണ് ടാസ്ക് വരുന്നത്, നോർമൽ റൈറ്റിംഗ് അല്ല, ഇറ്റ്സ് എ ബിറ്റ് ഫോർമൽ എസ്സേ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് തിങ്, വാട്ട് ആർ വി അസസ്ഡ് ഓൺ? നമ്മൾ എസ്സേയിൽ റൈറ്റിംഗ് ടാസ്ക് 2ന് അസസ് എന്തിന് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാസ്ക് റെസ്പോൺസ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടാസ്ക് ഗിവൻ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അതായത് വിച്ച് ടൈപ്പ് ഓഫ് എസ്സേ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫെർദർ നമുക്ക് നോക്കാം. സോ ടാസ്ക് റെസ്പോൺസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് ഇൻ ടു മാറ്റർ. നെക്സ്റ്റ് വൺ, കൊഹറൻസ് ആൻഡ് കൊഹഷൻ. കൊഹറൻസ് ആൻഡ് കൊഹഷൻ എന്ന് പറയുമ്പം കൊഹറൻസ് മീൻസ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എസ്സേയുടെ സ്ട്രക്ചർ നമുക്കത് ക്ലിയർ കട്ടായിട്ട് വേണം, ലോജിക്കലായിരിക്കണം എസ്സേ. ഓക്കെ, കൊഹിഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിങ് ബിറ്റ്വീൻ ദ സെൻറ്റൻസസ്, വിത്തിൻ ദ സെൻറ്റൻസസ് നമ്മൾ എങ്ങനത്തെ കൊഹസീവ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ലിങ്കിങ് വേർഡ്സ് ലൈക്ക് ഹൗ എവർ, മോർ ഓവർ, ഇതെല്ലാം നമ്മുടെ റൈറ്റിങ്ങിൽ ടു മേക്ക് ഇറ്റ് ഇൻ ടു എ മീനിങ് ഫുൾ സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 2 അവർ അസസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഗ്രാമർ റേഞ്ച് ആൻഡ് ആക്യുറസി. ഗ്രാമർ റേഞ്ച്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം, നമ്മുടെ സെൻറ്റൻസസ് ആക്യുറേറ്റ് ആയിരിക്കണം, clarity വരണം. These are the things that we are assessed on when it comes to the writing task 2. Okay, so common IELTS task 2 question types. എസ്സേ ആണെന്ന് അറിയാം എല്ലാവർക്കും, ബട്ട് ആ എസ്സേ തന്നെ പല തരത്തിലുള്ള പ്രോംപ്റ്റ്സ് വരുന്നുണ്ട്. സോ വിച്ച് ആർ ദീസ് പ്രോംപ്റ്റ്, അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒപ്പീനിയൻ എസ്സേ ഉണ്ട്. അതായത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ടു യു അഗ്രി ഓർ ഡിസഗ്രി. Discussion essay, you have to discuss both the views, both viewpoints will be, 2 viewpoints will be given, അതിൽ 2 viewpoints നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും, and at times you might have to give your opinion also. The next one is advantages and disadvantages essay. അടുത്തത് വരുന്നത് problem solution essay ആണ്, and the last one is a 2-part question അല്ലെങ്കിൽ direct question essay. So these are the common IELTS task 2 question types. Okay, ഇനി ഇപ്പം റൈറ്റിംഗ് ടാസ്ക് 2ന് ബേസിക്കലി നമുക്ക് വെറുതെ നമ്മൾ കുറേ എഴുതി കഴിഞ്ഞിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു ഹാവ്, ആസ് ഐ സെഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൊഹറൻസ് ആൻഡ് കൊഹഷൻ അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ വേണം. പാരഗ്രാഫ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റണം. സോ യൂണിവേഴ്സലായിട്ട് അല്ലെങ്കിൽ ഓവറോളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, സോ എസ്സേ സ്ട്രക്ചർ വരുന്നത് വി ഹാവ് 4 പാരഗ്രാഫ്സ്. ഈ 4 പാരഗ്രാഫ്സും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞ വേർഡ് കൗണ്ട് വരുന്നത് 250 to 280 വേർഡ്സ് എന്ന് പറഞ്ഞത്. സോ ദ ഫസ്റ്റ് പാര ഇസ് കോൾഡ് ആസ് ദ ഇൻട്രൊഡക്ഷൻ പാര, വിച്ച് ക്യാൻ ബി ഓഫ് മേ ബി 2 to 3 സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പൊതുവേ ഒരു പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും അല്ലേ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പ്രോപ്പറായിരിക്കണം, വാരി വലിച്ച് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. കുറേ ഐഡിയാസ് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരേണ്ട യാതൊരു കാരണവുമില്ല. ഓക്കെ, സോ സെൻറ്റൻസ് 1 നമുക്കതിൽ യൂസ് ചെയ്യാവുന്നത്, യു ഹാവ് ടു പാരാഫ്രേസ് എ ക്വസ്റ്റ്യൻ. ടോപ്പിക് സെൻറ്റൻസ് എന്താണോ, വാട്ട് ഈസ് ദി എസ്സേ അബൌട്ട്, വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ദി എസ്സേ, അത് നമ്മൾ പാരാഫ്രേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, സോ പാരാഫ്രേസ് ദ ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഗിവ് യുവർ തീസിസ്, that is your thesis statement. Thesis statement എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, your main opinion or what the essay will discuss. ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനുള്ള ആൻസറാണ് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടാസ്ക് അച്ചീവ്മെൻറ്റ് ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കീപ്പ് ഇറ്റ്, ഗിവ് യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. So overall what you have to understand is, introduction നമുക്ക് വരുന്നത് you have to keep it short.
ഡു നോട്ട് ഇൻക്ലൂഡ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് അതും നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരേണ്ട. ജസ്റ്റ് പോയിന്റ് ഔട്ട് ദ മെയിൻ ഡീറ്റെയിൽസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എക്സ്പ്ലനേഷൻ ആൻഡ് ഓൾ ഇറ്റ് കംസ് ഇൻ ദ ബോഡി പാരഗ്രാഫ്സ്. So do not include any kind of examples. Make your position clear. ഒപ്പീനിയൻ എന്താണോ അത് നമ്മൾക്ക് ക്ലാരിറ്റി ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് യുവർ ഇൻട്രൊഡക്ഷൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് യുവർ സെക്കൻഡ് പാരഗ്രാഫ്, ബോഡി പാര 1. ബോഡി പാര 1ൽ നമ്മൾ എന്ത് ചെയ്യണം? വൺസ് യു ഹവ് ഗിവൻ യുവർ ഒപ്പീനിയൻ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ബോഡി പാരഗ്രാഫ് 1ൽ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് യുവർ ഫസ്റ്റ് മെയിൻ ഐഡിയ. നിങ്ങളിപ്പം എഗ്രി ചെയ്തു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരാണ്, നമ്മൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, ഡു യു അഗ്രി ഓർ ഡിസഗ്രി, യു ആർ എഗ്രിയിങ് വിത്ത് ഇറ്റ്. ഓക്കെ, സോ അപ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനുള്ള മെയിൻ പോയിൻറ്റ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ പോയിൻറ്റ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ആണ് നെക്സ്റ്റ് സെൻറ്റൻസ്. എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട്? എക്സ്പ്ലനേഷൻ ഓഫ് ദ മെയിൻ പോയിന്റ് ദാറ്റ് യു ഹാവ് ഗിവൻ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ഡെവലപ്പ് ദി ഐഡിയ. ഓക്കെ, യു ഡെവലപ്പ് ദി ഐഡിയ വെരി ക്ലിയർലി ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ഗിവ് എ സ്പെസിഫിക് എക്സാമ്പിൾ, റിയലിസ്റ്റിക് ഓർ ജനറൽ. നമ്മൾ പലപ്പോഴും ജനറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഗിവ് എസ് എക്സാമ്പിൾ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ റൈറ്റിങ്ങിൽ ക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ പോയിന്റ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് എൻ എക്സാമ്പിൾ. ഇത് മൂന്നുണ്ടെങ്കിൽ അതിൽ ക്ലാരിറ്റി ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ വൺ ക്ലിയർ ഐഡിയ ഓൺലി, അവോയ്ഡ് റിപ്പീറ്റിംഗ് വൊക്കാബുലറി. IELTS റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ മെയിൻ ഇഷ്യൂ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ അറ്റ് ലോസ് ഓഫ് വേർഡ്സ്. നമുക്ക് എഴുതുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് വൊക്കാബുലറി യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമ്മൾ എപ്പോഴും ഒഴിവാക്കാൻ നോക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ റിപ്പീറ്റഡ് വൊക്കാബുലറി വാട്ട് യു ഹാവ് ടു ഡു, നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് സിനോണിംസ് ആണ്. സിനോണിംസിൻ്റെ ലിസ്റ്റ് അത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ പരിചയമില്ലാത്ത വേർഡ്സ് കണ്ടു, നമ്മളത് എഴുതി, യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, യു അണ്ടർസ്റ്റാൻഡ് ദ സിനോണിം ഓഫ് ദോസ് വേർഡ്സ്, യു റൈറ്റ് ഡൗൺ ദോസ് സിനോണിംസ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. So one clear idea instead of complicating it with ideas, വളരെ വലിയ പാരഗ്രാഫ് ആക്കുന്നതിന് പകരം ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ് ബോഡി പാര 2, ദാറ്റ് ഈസ് യുവർ തേർഡ് പാരഗ്രാഫ്. ബോഡി പാര 2ലും അതെ സെക്കൻഡ് പോയിന്റ് സ്റ്റേറ്റ് ചെയ്യുക. അത് നമ്മൾ പാരലൽ ടു ബോഡി പാര 1, ഡെവലപ്പ് ഇറ്റ് ഫർദർ ആൻഡ് ദ നെക്സ്റ്റ് വൺ യു ക്യാൻ ഗിവ് another example for the point that is being stated. ഓക്കെ, എഴുതിയിരിക്കുന്ന പോയിന്റിന് വേണ്ടിയിട്ട് ബേസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ വീണ്ടും നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കാം. ഫൈനൽ കൺക്ലൂഷൻ, ഫോർത്ത് പാര. കൺക്ലൂഷൻ മേ ബി ലൈക്ക് 2 sentences more than enough. എന്താണ് ചെയ്യുന്നത്? യു സമ്മറൈസ് ദ 2 മെയിൻ ഐഡിയാസ്. സെക്കൻഡ് പാരഗ്രാഫിലും തേർഡ് പാരഗ്രാഫിലും എഴുതിയിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ അവിടെ സമ്മറൈസ് ചെയ്യുന്നത് ഇൻ എ പാരാഫ്രേസ്ഡ് വേ. ഓക്കെ, സെൻറ്റൻസ് 2 വരുന്നത് റീസ്റ്റേറ്റ് യുവർ പൊസിഷൻ, നോ ന്യൂ ഇൻഫർമേഷൻ. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ പൊസിഷൻ അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും, അതൊന്നും കൂടി പാരാഫ്രേസ് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. ഓക്കെ, എക്സ്ട്രാ ന്യൂ ഐഡിയാസോ പോയിൻറ്റ്സോ ഒരു കാരണവശാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. റീസ്റ്റേറ്റ് യുവർ പൊസിഷൻ, നിങ്ങൾ ആദ്യമേ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ എഴുതി വരുന്നത് എഗ്രിമെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആ എഗ്രി ചെയ്യുന്നത് ആ ഒപ്പീനിയൻ നമ്മൾ ഇവിടെ റീസ്റ്റേറ്റ് ചെയ്യണം. യു ഷുഡ് നോട്ട് ഗോ ആൻഡ് ഡിസഗ്രി വിത്ത് ഇറ്റ്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെവർ റൺ ഓഫ് ദ ടോപ്പിക്, ബി ഓൺ ദ ടോപ്പിക്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ വായിച്ച് നോക്കുക നമ്മളിപ്പോൾ ടോപ്പിക്കിൽ തന്നെയല്ലേ നിൽക്കുന്നത് എന്നുള്ളത്. ഇല്ലെങ്കിൽ ആ എസ്സേ നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ സ്കോറിനെ ബാധിക്കും, എൻറ്റയർ വേസ്റ്റായി മാറും അത്. ഓക്കെ, സോ ബി വെരി കെയർഫുൾ വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ടാസ്ക് 2. പ്ലീസ് ഡു റീഡ് വാട്ട് യു ഹവ് റിട്ടൺ, മേക്ക് ഷുവർ യു ആർ ഓൺ ദ ടോപ്പിക്. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ വൈ ഡസ് ദ സ്ട്രക്ചർ വർക്ക്? ബിക്കോസ് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ പാരഗ്രാഫ്സ്, 4 പാരഗ്രാഫ്സ് എന്ന് പറഞ്ഞു, ആ 4 പാരഗ്രാഫിലും തമ്മിൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റണം. നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് എഴുതുമ്പോൾ ഇൻ എ ഹറി ബറി എഴുതുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫ്സ്. പാര 1 ഏതാണ് ഇൻട്രോ, ഏതാണ് ബോഡി പാരഗ്രാഫ്, ഏതാണ് കൺക്ലൂഷൻ. ഓഫ് കോഴ്സ് ദർ ഇസ് എ സ്ട്രക്ചർ, ബട്ട് അതിൽ ക്ലാരിറ്റി ആ റൈറ്റിങ്ങിൽ ഉണ്ടാവില്ല, സ്പേസ് ഇൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ടാവില്ല. ദർ മൈറ്റ് ബി ലൈക്ക് ചില ആൾക്കാർ
ചില സ്റ്റുഡൻസ് നമ്മൾ എന്താ ചെയ്യുക, ബേസിക് ഒരു സ്കൂൾ ബോയ് എറർ അവർ ഉണ്ടാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ഷുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ, യു ഹാവ് ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. ചിലപ്പോൾ അതൊന്നും ചെയ്യില്ല ധൃതി പിടിച്ച് എഴുതുമ്പോൾ. ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ റൈറ്റിങ്ങിൽ ക്ലാരിറ്റി വരില്ല ആൻഡ് ദാറ്റ് എഫക്ട്സ് അവർ സ്കോർ. ഓക്കെ, സോ ക്ലിയർ പാരഗ്രാഫ്സ് ഉണ്ട്, logical flow, your sentence have a meaning, the context has a meaning. Okay, easy for the examiner to follow. So നേരത്തെ പറഞ്ഞ പോലെ കൺജസ്റ്റഡ് ഐഡിയാസ് കുറേ അധികം വായിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലാരിറ്റി ഉണ്ട്, കോമ്പാക്റ്റ് ആണ്, പോയിന്റും ഉണ്ട്. ഓക്കെ, and it works for all the topics and question time. This is an overall structure which is okay with each and every question type. ഇനി വ്യത്യാസം വരുന്നത് എപ്പോൾ? വ്യത്യാസം വരുന്നത് കോണ്ടൻറ്റ്, അതായത് നമ്മുടെ ബോഡി പാരഗ്രാഫ്സിലാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി എസ്സേ ടൈപ്സ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ടാസ്ക് 2. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ റൈറ്റിംഗ് ടാസ്ക് ടൂളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. 40 minute task, what students basically do is, once you get the question, you read it, you start writing. അവിടെ മൾട്ടി ടാസ്കിംഗ് ആണ് നടക്കുന്നത്. കാരണം റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം, നമുക്ക് അതിനെ പറ്റി എഴുതുകയും വേണം. ഈ മൾട്ടി ടാസ്കിങ് നമുക്ക് അവിടെ വർക്കൗട്ട് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ടൈം ലെസ്സാണ്, നമുക്ക് എങ്ങനെയെങ്കിലും എഴുതി തീർക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. പക്ഷേ ചിന്തിക്കുകയും ചെയ്യണം, കൂട്ടത്തിൽ എഴുതുകയും ചെയ്യണം. ഗ്രാമാറ്റിക്കലി തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്, റിപ്പീറ്റേഷൻസ് ഉള്ള ചാൻസസ് കൂടുതലാണ്. ഓവറോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ റൈറ്റിങ്ങിലേക്ക് വരുന്നത്. സോ ബിഫോർ റൈറ്റിംഗ് ഐഡൻറ്റിഫൈ, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്പെൻഡ് 5 minutes. ഓക്കെ, 5 minutes ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി എസ്സേ ടൈപ്പ്. എന്തൊക്കെ കാര്യങ്ങളാണ് 5 മിനിറ്റിൽ, വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് തിങ്, ഐഡൻറ്റിഫൈ വെദർ ദ ടാസ്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എസ്സേ ആണോ എന്നുള്ളത്, ഏത് ടൈപ്പ് ഓഫ് എസ്സേ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു ബിഫോർ, ഒപ്പീനിയൻ, ഡിസ്കഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പ്രോബ്ലം സൊല്യൂഷൻ, 2-part ക്വസ്റ്റ്യൻ. എസ്സേ പ്രോംപ്റ്റ് എങ്ങനെയാണോ, എന്ത് ടൈപ്പ് ഓഫ് എസ്സേ ആണെന്നുള്ളത് ഫസ്റ്റ് തിങ് നമ്മൾ ആ 5 minutes മനസ്സിലാക്കുക. ഓക്കെ, വൈ ഡസ് ദാറ്റ് മാറ്റർ? ഇഫ് യു മിസ്അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് യു മേ ലൂസ് എനി മാർക്ക് ഇൻ ടാസ്ക് റെസ്പോൺസ്. ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് അച്ചീവ്മെൻറ്റ്, ഞാൻ പറഞ്ഞു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ടാസ്ക് അച്ചീവ്മെൻറ്റ് ക്രൈറ്റീരിയ ആണെന്നുള്ളത്. സോ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ്, ഈ പറഞ്ഞ ടാസ്ക് റെസ്പോൺസിൽ നമുക്ക് വലിയ ഇഷ്യൂ വരും. ഓക്കെ, സോ മേജർ തിങ് ഇൻ ദ 5 minutes, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Answer all parts of the question. Whatever the question is, whatever the essay is, എല്ലാ പാർട്ടും നമ്മൾ ആൻസർ ചെയ്തോളണം. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ അണ്ടർസ്റ്റാൻഡ്. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. മനസ്സിലാക്കുക വാട്ട് ഈസ് റിക്വയർഡ് ഫ്രം യു, ഏതൊക്കെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം, നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ എ ഫുൾ ആൻസർ മസ്റ്റ് അഡ്രസ് എവറി ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. എസ്സേ ടൈപ്പിലെ ആ എസ്സേ ക്വസ്റ്റ്യനിലെ എല്ലാ പാർട്ടും നമ്മളവിടെ ആൻസർ ചെയ്തോളണം. ഗിവ് എ ക്ലിയർ പൊസിഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ത്രൂ ഔട്ട്. ഞാൻ പറഞ്ഞ മൾട്ടി ടാസ്കിങ് നടക്കുമ്പോഴുള്ള പ്രോബ്ലമാണത്. ചിന്തിക്കുകയും ചെയ്യണം, യു ഹാവ് ടു തിങ്ക്, അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റൈറ്റ്. അപ്പം ഈ ഒരു പൊസിഷൻ നമുക്ക് ചിലപ്പോൾ മാറിക്കിട്ടും. ഓക്കെ, ഗിവ് എ ക്ലിയർ പൊസിഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ത്രൂ ഔട്ട്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സോറി, നമ്മൾ ആദ്യമേ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് തന്നെ വേണം ബാക്കി റൈറ്റിങ്സ് വരാനായിട്ട്, മാറിപ്പോവരുത്. ഓക്കെ, ഇനി സപ്പോർട്ട് ഐഡിയാസ് വിത്ത് എക്സ്പ്ലനേഷൻസ് ആൻഡ് എക്സാമ്പിൾ. ഓരോ പോയിന്റ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു, ആ സ്റ്റേറ്റ് ചെയ്യുന്ന പോയിന്റ് ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പം നമുക്ക് അതിലും ക്ലാരിറ്റി വന്നു. ഓക്കെ, ഇനി ഇവിടെ വരുന്നൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഗിവ് ജനറൽ പോയിന്റ് ഓർ ഫോർഗെറ്റ് ടു ആൻസർ ദ സെക്കൻഡ് പാർട്ട്. ചിലപ്പോൾ ഒരു പാർട്ടായിരിക്കും, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല, നിങ്ങളത് എഴുതിയില്ല, നിങ്ങളുടെ എസ്സേ ബാൻഡ് സ്കോറിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. സോ മേക്ക് ഷുവർ യു ഡോണ്ട് റിപ്പീറ്റ് ദോസ് മിസ്റ്റേക്സ് ഇൻ കേസ് ഓഫ് റൈറ്റിംഗ് ടാസ്ക് 2. ദ നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് എ ക്ലിയർ ഡയറക്റ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റിംഗ് എ ക്ലിയർ ഡയറക്റ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് പാരഗ്രാഫിൽ. യുവർ ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് എ സെൻറ്റൻസ് ദാറ്റ് ക്ലിയർലി സ്റ്റേറ്റ്സ് യുവർ പൊസിഷൻ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എസ്സേ ടൈപ്പ്.
അതിനനുസരിച്ച് നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ കട്ട് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചിലപ്പോൾ ഒപ്പീനിയൻ എസ്സേസ് ഒക്കെ ആണെങ്കിൽ ഐ കംപ്ലീറ്റ്ലി എഗ്രി ദാറ്റ്, ഓർ യു ക്യാൻ റൈറ്റ് ഓൾദോ ബോത്ത് വ്യൂസ് ഹാവ് merits, I believe that. This essay will discuss the causes and possible solutions. These are just a few examples of the phrases that you can use. Okay, so thesis statement എപ്പോഴും ക്ലാരിറ്റി വരണം. നമുക്ക് thesis statement ഉറപ്പായിട്ടും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, the next point, organize your essay clearly. Organize your essay clearly എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ കാര്യമാണ്. ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി പാര 1, മെയിൻ ബോഡി പാര 2 ആൻഡ് ദെൻ യുവർ കൺക്ലൂഷൻ. അപ്പം ആ ഓരോ പാരഗ്രാഫ്സിലും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്താണ്? ബോഡി പാരഗ്രാഫ്സിൽ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാവണം, എക്സ്പ്ലനേഷൻ ഉണ്ടാവണം, എക്സാമ്പിൾ ഉണ്ടാവണം. ഈ 2 ബോഡി പാരഗ്രാഫ് ഒരുമിച്ചൊരു ലോങ് പാരഗ്രാഫാക്കി നമ്മൾ ഒരു കാരണവശാലും എഴുതാൻ പാടില്ല. ദാറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട് ഇൻ IELTS. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ എഫക്റ്റ് യുവർ സ്കോർ. സോ ബി വെരി കെയർഫുൾ. എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് കൊഹറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, the next point is give specific examples. Examples make your writing more convincing and help with the coherence. കണക്ടിവിറ്റി കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എക്സാമ്പിൾസ് കൊടുക്കുന്നില്ല, ഇൻസ്റ്റഡ് യു ആർ റൈറ്റിംഗ് ഹോൾ ലോട്ട് ഓഫ് പോയിൻറ്റ്സ്. അതിൽ തന്നെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസസ് കൂടുതലാണ്. സോ വൈ ഡു വി ഹാവ് ടു സിംപ്ലി വേസ്റ്റ് അവർ ടൈം എക്സ്ട്രാ? നിങ്ങൾ എഴുതുന്ന ഓരോ കോംപ്ലക്സ് ഐഡിയയ്ക്കും സ്കോർ ഉണ്ടെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതിനൊന്നും സ്കോറില്ല. എന്താണോ നിങ്ങൾ എഴുതുന്നത് അതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ, അത് കറക്റ്റാണോ, your answer, your score is based on that. Okay, now use a wide range of vocabulary correctly. അതായത് റിപ്പിറ്റേഷൻസ് അലൗ ചെയ്യില്ല എന്ന് പറഞ്ഞത്, മാക്സിമം റിപ്പിറ്റേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. സോ ബേസിക് വേർഡ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റിന് പകരം യൂസ് ചെയ്യാവുന്ന സിനോണിംസ് എന്തൊക്കെയായിരിക്കും? ക്രൂഷ്യൽ, വൈറ്റൽ, എസെൻഷ്യൽ, സിഗ്നിഫിക്കൻറ്റ്, പ്രോബ്ലം, ക്യാൻ ബി, ഇഷ്യൂ, ചലഞ്ച്. അപ്പം എല്ലായ്പ്പോഴും ഇതേ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഇഫ് ദ കോണ്ടെക്സ്റ്റ് എഗ്രീസ് വിത്ത് ഇറ്റ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ സിനോണിംസ് ഓൾസോ. അപ്പോൾ എന്താണ് അവിടെ നമ്മളെ കാണിക്കുന്നത്? ദാറ്റ് ദ പേഴ്സൺ ഹാസ് എ നോളജ് ഓഫ് വൊക്കാബുലറി, he or she can make use of the correct vocabulary. Okay, do not use overly complicated words incorrectly. Accuracy is more important rather than ഷോയിങ് ഓഫ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു റൈറ്റിംഗ് ടാസ്ക് 2 അല്ലെങ്കിൽ സ്പീക്കിംഗ് ടിപ്പാണ്, ആക്യുറസി മാറ്റേഴ്സ് എ ലോട്ട്. ഓവർ കോംപ്ലിക്കേറ്റഡ് ഐഡിയാസ്, ഒട്ടും പരിചയമില്ലാത്ത കുറച്ച് വേർഡ്സ്, എൻ്റെ കയ്യിലൊരു 15 IELTS വേർഡ്സ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്ത ബാങ്ക് സ്കോർ ഇത്ര കിട്ടും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് unless and until you understand the context and that particular word should be applicable to that context. അല്ലാത്തോടത്തോളം നിങ്ങളത് കോംപ്ലിക്കേറ്റഡ് ആക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മുടെ സ്കോറിനെ ബാധിക്കും. സോ മേക്ക് ഷുവർ അത്ര പരിചയമില്ലാത്ത കുറേ വേർഡ്സ് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഉള്ള വേർഡ്സിൻ്റെ സിനോണിംസ് മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു ഗെറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി, അതിൽ ക്ലാരിറ്റി വരും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, യൂസ് എ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലെക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസസ്, അത് ഓൾറെഡി നമ്മൾ ഗ്രാമർ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ടാവും. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഒക്കെ മിക്സപ്പ് ചെയ്ത് നോക്കൂ, കിട്ടും. അപ്പം അതിങ്ങനെ നമ്മൾ പല റേഞ്ച് ഓഫ് വൊക്കാബുലറി നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. ഇങ്ങനെ മിക്സ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ ആക്യുറസി, ഗ്രാമാറ്റിക്കൽ റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ക്ലാരിറ്റി വരും. ഓക്കെ, അവോയ്ഡ് ടു മെനി ഷോർട്ട് സെൻറ്റൻസസ് ബട്ട് ഓൾസോ അവോയ്ഡ് ഓവർലി ലോങ് കൺഫ്യൂസിങ് വൺ. വലിയ സെൻറ്റൻസും വേണ്ട, അതായത് ലോങ് സെൻറ്റൻസസും വേണ്ട, വളരെ ഷോർട്ട് സെൻറ്റൻസസും വേണ്ട, ഇൻ ബിറ്റ്വീൻ നമ്മൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, the next one, you have to stay formal. As I said, IELTS writing task ഒരു formal writing task ആണ്. അപ്പം there are certain don'ts that comes to writing task too. For example, no contractions are allowed. Contractions എന്ന് പറയുമ്പോൾ നമ്മൾ don't, doesn't, can't, won't, that should not be used in your IELTS writing task too. Instead, cannot, do not, does not, okay, will not എന്ന് നമ്മൾ യൂസ് ചെയ്യണം. ഇനി ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ ലാംഗ്വേജസ്, പേഴ്സണൽ പ്രോനൗൺ യൂസേജ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് എന്നുള്ള പേഴ്സണൽ പ്രോനൗൺസിൽ ഐ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ഇറ്റ് കംസ് ടു ദി ഒപ്പീനിയൻ. ഓക്കെ, ഒപ്പീനിയൻ എസ്സേയിൽ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഐ യൂസ് ചെയ്യുക, ബാക്കിയുള്ളതിൽ നമ്മളത് മാറ്റി നിർത്താൻ നോക്കുക.
സ്ലാങ്സും കാര്യങ്ങൾ കിഡ് എന്നുള്ള സ്ലാങ് വേർഡ്സും കാര്യങ്ങളൊന്നും നമ്മൾ IELTS റൈറ്റിംഗ് ടാസ്ക് ടൂവിൽ നമ്മൾ കൊണ്ടുവരരുത്. ഓക്കെ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കരുത്. യു ആർ എക്സ്പ്ലെയിനിങ് എവറിത്തിങ്, സോ യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് another questioning them. ഓക്കെ, നെക്സ്റ്റ് തിങ് വെൻ ഇറ്റ് കംസ് ടു അബ്രിവിയേഷൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഐ ഹാവൻറ്റ് റിട്ടൺ ഇറ്റ് ഓവർ ഹിയർ. അബ്രിവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ASAP, ATM, WHO, ഇതൊന്നും അങ്ങനെ തന്നെ എഴുതാൻ പാടില്ല. ഫുൾ ഫ്ലെഷ്ഡ് ഫോമിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഓട്ടോമേറ്റഡ് ടെലമെഷീൻ, ജസ്റ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. ഓക്കെ, സോ ദീസ് തിങ്സ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെൻ ഇറ്റ് കംസ് ടു അബ്രിവിയേഷൻസ്. ഷോർട്ട് ഫോംസ് EG, ETC, അതൊക്കെ നമ്മൾ എന്താ ഫുള്ളായിട്ട് തന്നെ എഴുതണം. ഫോർ എക്സാമ്പിൾ എക്സെട്ര എന്നുള്ളത് തന്നെ ക്ലാരിറ്റി വരുത്തി നമ്മൾ എഴുതണം. അതേപോലെ ന്യൂമറൽസ് ആർ ഓൾസോ നോട്ട് അലൗഡ് ഇൻ യുവർ റൈറ്റിംഗ് ടാസ്ക് ടു. ഇൻസ്റ്റെഡ് യു ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ വേർഡ്സ്. ഓക്കെ, സോ അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല, ജസ്റ്റ് എ ഫ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ, ചെക്ക് യുവർ ഗ്രാമർ ആൻഡ് യുവർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, clarity in your handwriting, neat handwriting must be clear. Okay, കോമൺ എറേഴ്സ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഏരിയാസ്, ആർട്ടിക്കിൾസിൻ്റെ യൂസേജ്, പ്രപ്പോസിഷൻസിൻ്റെ യൂസേജ്, സിംഗുലർ പ്ലൂറൽ ഫോംസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സിംഗുലർ പ്ലൂറൽ ഫോംസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ആസ് യു നോ ഓൾറെഡി ഗ്രാമർ സെഷൻസ് പോയിട്ടുണ്ടാവും. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് അപ്പ് എ സിംഗുലർ വേർബ് എന്നുള്ളത്. സോ ദാറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് വെൻ ഇറ്റ് കംസ് ടു ദ റൈറ്റിംഗ്. ഓവറോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നത് ഒരു ഏരിയയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് വരുന്നത്. സ്കൂൾ ബോയ് എററാണ്. ധൃതിയിൽ എഴുതുമ്പോൾ നമ്മുടെ സ്പെല്ലിങ്സിനെ നമ്മൾ ആലോചിക്കില്ല, ചെറിയ ചില മിസ്റ്റേക്സ് ആണ്, ബട്ട് ദാറ്റ് ക്യാൻ കോസ്റ്റ് യു. സോ വെനെവർ ദ റൈറ്റിംഗ് ഇസ് ഡൺ, എപ്പോഴും നമ്മൾ ആ ഒരു ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇതൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ സ്കോറിന് നല്ല രീതിയിൽ അത് ബാധിക്കും. ഓക്കെ, ദ ലാസ്റ്റ് വൺ റിഗാർഡിങ് ദാറ്റ്, ഓവറോൾ ആയിട്ടുള്ള കാര്യം, 40 മിനിറ്റ് ആണ് ടാസ്കിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 40 മിനിറ്റിൽ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ ടാസ്ക്. ഫസ്റ്റ് 5 മിനിറ്റ്സ് എന്താ ചെയ്യുന്നത്? യു ആർ പ്ലാനിങ് യുവർ ടാസ്ക്. 30 മിനിറ്റ്സിൽ വൺസ് എ പ്ലാനിങ് ഇസ് ഡൺ, പിന്നെ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല. യു സ്റ്റാർട്ട് റൈറ്റിംഗ്. ആ 30 മിനിറ്റിൽ നിങ്ങളുടെ ആ ഒരു 250 മിനിമം 280 മാക്സിമം ആ വേർഡ് കൗണ്ട് രീതിയിൽ നമ്മുടെ റൈറ്റിംഗ് ഫിനിഷ് ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ലാസ്റ്റ് 5 മിനിറ്റ്സ് അല്ലേ, ഇപ്പം 35 കഴിഞ്ഞു. In the last 5 minutes, what you are doing? You are checking for the mistakes. You are reading the passage once more. You are correcting the mistakes that you have made regarding whether it is grammar, whether it is spelling, whether it is whether the complex sentence or compound sentence. അത് എന്തായാലും നമ്മൾ ആ റൈറ്റിംഗ് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ ഓൺ ട്രാക്ക് ആണോ എന്നുള്ളതിൽ നമുക്ക് ക്ലാരിറ്റി വരുത്താം. ഓക്കെ, സോ പ്ലാനിങ് ഹെൽപ്സ് യു അവോയ്ഡ് റിപ്പീറ്റഡ് ഐഡിയാസ് ഓർ റൈറ്റിംഗ് ഓഫ് ടോപ്പിക്. ഇത് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞതാണ്. എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓൺ ദ ടോപ്പിക് ആയിരിക്കണം. ഓൺ ദ ടോപ്പിക് അല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ സ്കോറിനെ ബാധിക്കും നമ്മളെ. അതേപോലെ തന്നെ നമ്മൾ എഴുതി വെച്ച പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂസ് വരില്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോയിൻ്റ് എഴുതുമ്പോഴാണ് റിപ്പിറ്റേഷൻ ഇൻ ഐഡിയാസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. സോ ഇഫ് യു ടേക്ക് കെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്, ദെൻ ദിസ് ഇസ് ദി ഓവറോൾ ഐഡിയ ഓഫ് യുവർ റൈറ്റിംഗ് ടാസ്ക് 2. ഓക്കെ, സോ ഇത്ര കാര്യങ്ങൾ നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 2ൽ ശ്രദ്ധിക്കണം. മെയിൻ തിങ് 40 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. അതെങ്ങനെ ഫസ്റ്റ് 5 മിനിറ്റ്സ് പ്ലാൻ ഔട്ട് ചെയ്യുക, 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ റൈറ്റിംഗ് ക്ലിയർ ചെയ്യുക, and the rest 5 minutes, last 5 minutes you can read what you have written, you can correct the mistakes. Okay, so that's it for today. Hope you understood today's writing task 2. We'll be back with another video. See you soon. Bye.